ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ക്ലോസ് ടു ഡ്രാമ വേൾഡ്. നമ്മൾ നോക്കാൻ പോകുന്നത് വയ്യാറിയോ നെക്സ്റ്റ് എപ്പിസോഡാണ്. നമ്മുടെ പിള്ളേരുടെ സെറ്റ് ആയിട്ട് ട്രിപ്പൊക്കെ കഴിഞ്ഞ് നേരെ തിരിച്ചു വരുമല്ലേ. എന്തായിന്ന് പോയി നോക്കിയാലോ. എപ്പിസോഡിന്റെ തുടക്കത്തിന് കാണിക്കുന്നത് നമ്മുടെ ട്യൂട്ടറും ഫൈറ്ററും നേരെ തിരിച്ച് നാട്ടിൽ റീച്ചായപ്പോഴേക്കും ട്യൂട്ടറിനെ ആക്കാനായിട്ട് വീടിന്റെ വാതിക്കെ വന്ന് നിൽക്കുക. ട്യൂട്ടറിനെ വിടാനായിട്ട് ഫൈറ്ററിന് സങ്കടം കൊണ്ട് വയ്യ. ഉടനെ തന്നെ പറയും, ഇത്രയും ദിവസം ഞാൻ നിന്റെ കൂടെ ഉണ്ടായിട്ട് പെട്ടെന്ന് നീ പോകുമ്പോ ഭയങ്കര സങ്കടോടെ, ഞാൻ നിന്റെ കൂടെ ഇരിക്കാടാ പ്ലീസ് എന്നാന്ന് പറയും. ഇത് കേട്ടത് കൊണ്ട് തന്നെ ട്യൂട്ടർ പറയും, പോടാന്ന്, ചുമ്മാ പിള്ളേരെ പോലെ വാശി പിടിക്കാതെ വീട്ടിൽ പോടാന്ന് പറയും. എന്നാ പറയും, ഓ ശരി ശരി, എന്നാ എനിക്കൊരു കിസ്സ് ആണെങ്കിൽ ഞാൻ വീട്ടിൽ പോവാന്ന് പറയും. എന്റെ പൊന്നെ വീണ്ടും കിസ്സ. ഇത് കേട്ടത് നമ്മൾ ട്യൂട്ടർ ആണെങ്കിൽ ഫൈറ്ററിന് കിസ് ചെയ്യും, ഫൈറ്ററും തിരിച്ച് കിസ് ചെയ്യും. എന്നിട്ട് അവൻ കാറിൽ നിന്ന് ഇറങ്ങി നേരെ ഇപ്പുറത്തെ സൈഡിൽ വന്നിട്ട് ബായ് പറയാൻ വന്നോണ്ട് തന്നെ നമ്മുടെ ഫൈറ്റർ പറയും, നീ പോവാണോ, എനിക്കൊരു കിസ്സും കൂടെ തന്നിട്ട് പോന്ന് പറയും. ഓ കിസ് വേണോന്ന് ചോദിച്ചാൽ കിസ് ചെയ്യുന്ന രീതി ക്ലോസ് ആയിട്ട് എടുത്ത് തരും. ഫൈറ്റർ ഓർക്കോ കിസ് ചെയ്യാൻ വരുവാന്ന് ഓർത്ത് അവനും ചെല്ലുമ്പോഴേക്കും ഇവൻ ബൂന്ന് പറഞ്ഞ് ഇങ്ങനെ നാക്ക് നീട്ടി കളിയാക്കിയിട്ടങ്ങ് പോകും. ഇവനും ഭയങ്കര ഹാപ്പി ആയിട്ട് അവൻ സാധനമൊക്കെ എടുത്തോണ്ട് പോകുന്നതെല്ലാം കണ്ണാടി വഴി നോക്കിയിരിക്കുകയാണ്. എന്നിട്ട് ഇവന് നേരെ തിരിച്ച് വീട്ടിലോട്ട് വരും. അങ്ങനെ ട്യൂട്ടറാണ് റൂമിൽ വന്നിട്ട് ഭയങ്കര ഹാപ്പിയാണ്. അവിടെ നടന്ന കാര്യങ്ങൾ, പോയ കാര്യങ്ങളെല്ലാം ഓർത്ത്, അവന് ഇട്ടുകൊടുത്ത മാലയൊക്കെ ഓർത്ത്, മാലയെ പിടിച്ചുകൊണ്ട് വരുന്നത് ഭയങ്കര ശരിയാ. ബെഡിലൊക്കെ കിടന്ന് ഓർത്ത് സന്തോഷം കൊണ്ട് ചെറുക്കന് വയ്യങ്ങ്. ഇവിടെ നേരെ സിംഗട്ട് ചെയ്ത് കാണിക്കുന്ന പിറ്റേ ദിവസം രണ്ടുപേരും കൂടി ഇന്ന് ട്യൂഷൻ പഠിക്കാണ്. കപ്പിളായി കഴിഞ്ഞുള്ള ഫസ്റ്റ് ട്യൂഷനാണ്. എന്താവെന്ന് അറിയത്തില്ല, ഏത് സബ്ജക്റ്റ് ആണോ പഠിക്കാൻ പോകുന്നത്. ട്യൂട്ടർ ഫൈറ്ററും കൂടെ ട്യൂഷൻ പഠിക്കുന്നത് നമ്മുടെ ഫൈറ്ററിന്റെ വീട്ടിൽ ഇരുന്നാണ്. ട്യൂട്ടറാണ് പതിവ് പോലെ എല്ലാം പറഞ്ഞു കൊടുക്കുക. ഫൈറ്ററാണ് ഇതൊന്നും ശ്രദ്ധിക്കാതെ ചുമ്മാ ഇവനെ കൊഞ്ചിക്കൊണ്ടിരിക്കുക. എന്നിട്ട് പറയും, നമ്മളുണ്ട് ഒന്നിച്ച് എന്നിട്ട് ബീച്ചിൽ നിന്ന് തിരിച്ചു വന്നപ്പോ തൊട്ട് എനിക്ക് നിന്നെ പിരിഞ്ഞിരിക്കാനേ പറ്റുന്നില്ല, എപ്പോഴും നിന്നെ കാണണമെന്ന് പറഞ്ഞ് ഇവനെ ഹഗ് ചെയ്യുന്നു, കിസ് ചെയ്യുന്നു, ഒരുമാതിരി ഇങ്ങനെ ഉറപ്പെല്ലാം കാണിച്ചോണ്ടിരിക്കുന്ന കണ്ടിട്ടുണ്ട് തന്നെ ട്യൂട്ടർ വഴക്ക് പറയും, പഠിക്കുന്ന സമയത്ത് ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല, നീ അടങ്ങിയിരിക്കും, നീ പഠിക്കുന്നു പറയും. പഠിക്കുന്നു പറഞ്ഞാൽ അവ കേൾക്കും, അപ്പൊ തന്നെ പണി തുടക്കും. എന്റെ ബേബി അതാ ഇതെന്ന് പറഞ്ഞ് ഇവനെ സോഫയിലോട്ട് തള്ളിയിട്ടിട്ട് കിസ് ചെയ്യാം, പുറത്തേറി കിടക്കുന്ന കിസ് ചെയ്യുന്ന പരിപാടി ഇങ്ങനെ കണ്ടിന്യൂ ആയി വരുമ്പോഴേക്കും നമ്മുടെ ട്യൂട്ടർ പറയും, വേണ്ട വേണ്ട വേണ്ട, പഠിക്ക്, നീ മാറ് വേണ്ടാന്ന് പറയും. ഇവൻ ഇതൊന്നും കേൾക്കാതെ വീണ്ടും വീണ്ടും കിസ് ചെയ്തോണ്ടിരിക്കുക. വേണ്ടാന്ന് ട്യൂട്ടർ പറയുന്നുണ്ടെങ്കിലും അവൻ ഫൈറ്ററിന്റെ ഷർട്ടെല്ലാം തുറന്ന് കേട്ടോ. എനിക്കറിയത്തില്ല ഇത് ഏത് സൈസ് വേണ്ട അടിയാണെന്ന്. അങ്ങനെ പിള്ളേരായിട്ടും ക്ലോസ് ആയിട്ട് ഹാപ്പി ആയിട്ട് ഇവിടെ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുന്ന കറക്റ്റ് സമയത്ത് നമ്മുടെ ഫൈറ്ററിന്റെ അച്ഛനാണെങ്കിൽ അതൊരു വരും. സൗണ്ട് കേട്ടാലും ഡോർ തുറന്ന് നോക്കുമ്പോഴേക്കും ഇവർ രണ്ടുപേരും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇത് കണ്ടതും ഷോക്കായിട്ട്, ആദ്യം ഒന്ന് ഷോക്കാൻ, കാരണം രണ്ടുപേരും ബോയ്സ് അല്ലേ. ഒന്ന് ഷോക്കായിട്ട് ആൾ എന്ത് ചെയ്യും, ഡോറിന്റെ കഥവിനിട്ട് കൊട്ടു. ഇവന്മാരെ എന്ത് ചെയ്യണം, കഥ വന്ന് അടയ്ക്കത്തില്ലേ. എന്തുവാണ് ഈ സീൻ കണ്ടപ്പോ എനിക്ക് തന്നെ വേണ്ടി വരുന്നത്, അയ്യോ പിടിച്ചു. പിള്ളേരാണ് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുമ്പോ ഇങ്ങനെ കൊട്ടുന്ന സൗണ്ട് കേട്ട് രണ്ടുപേര് ചാടി നിൽക്കുമ്പോ നമ്മുടെ ട്യൂട്ടറാണെങ്കിൽ ഫൈറ്ററിന്റെ ഷർട്ടിന് ബട്ടണെല്ലാം പെട്ടെന്ന് ഇട്ട് കൊടുക്കും. പെട്ടെന്ന് അച്ഛൻ ഇങ്ങോട്ട് കയറി വന്നിട്ട് പറയും, ഞാൻ ഇതുവഴി പോയപ്പോ ഭയങ്കര സൗണ്ട് എന്താന്ന് നോക്കാൻ വേണ്ടി കയറിയതാ, കുഴപ്പമൊന്നുമില്ല, ഷർട്ടിന്റെ ബട്ടനൊക്കെ നല്ലപോലെ ഇട്, നിങ്ങൾ ട്യൂഷൻ പഠിക്കലായിരുന്നു, നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോ, ഞാൻ പോവാന്ന് പറഞ്ഞ ഡയലോഗ് പോകും. ദേഷ്യത്തിലാ പോകുന്നത്. ഇളങ്ങോട്ട് പോയത് രണ്ടുപേര് ഷോക്കായിട്ട് പരസ്പരം നോക്കും. ഉടനെ നമ്മുടെ ട്യൂട്ടർ ഫൈറ്റർ അടിച്ചിട്ട് പറയും, നീ അടങ്ങി ഒതുങ്ങി ഇരിക്കത്തില്ല കണ്ടാന്ന് പറയും. ഇയാളാണ് ഇവര് തമ്മിൽ പറയുന്നത് കാണുന്നത് എല്ലാം കണ്ടിട്ട് ഇയാൾ ഒന്നും മിണ്ടാതെ അങ്ങ് പോകും. ഒന്നും മിണ്ടാതെ പോയെങ്കിലും അച്ഛന് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. നല്ല കലിപ്പിലാണ് പോയിരിക്കുന്നത്. ഇനി അച്ഛൻ എന്തൊക്കെ ചെയ്യുമെന്ന് അറിയില്ല. ഇവിടെ നേരെ സിംഗട്ട് ചെയ്ത് കാണിക്കുന്നത് നമ്മുടെ ട്യൂട്ടർ ആണെങ്കിൽ അന്ന് അവിടെ തന്നെ നിൽക്കും. രാത്രിയാകുമ്പോഴേക്കും ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം എന്തോ എടുക്കാൻ വേണ്ടി വന്ന് വെള്ളം എടുത്തോണ്ടിരിക്കുമ്പോഴേക്കും നമ്മുടെ ഫൈറ്റർ അച്ഛൻ പുറകെ വന്നിട്ട് ട്യൂട്ടറിനെ വിളിക്കും. തിരിഞ്ഞിട്ട് പറയാങ്കിൾ എന്ന് പറയുമ്പോഴേക്കും ഉടനെ തന്നെ അച്ഛൻ പറയും, എന്റെ മോൻ ഇതുവരെ വീട്ടിലോട്ട് ഒരു ആമ്പിളാരം വിളിച്ചോണ്ട് വന്നിട്ടില്ല എന്ന് പറയും. അതിനർത്ഥം ആദ്യമായിട്ട് നിന്നെ വിളിച്ചോണ്ടാ വരുന്നതെന്ന്. ഇത് കേട്ടത് കൊണ്ട് തന്നെ നമ്മുടെ ട്യൂട്ടർ പറയും, ഞാൻ അവന് ട്യൂഷൻ എടുക്കുന്നില്ല, അതുകൊണ്ടായിരിക്കും അവൻ ചിലപ്പോ എന്നെ വിളിച്ചോണ്ട് വന്നത് എന്ന് പറയും. ഇത് കേട്ടത് കൊണ്ട് തന്നെ അച്ഛൻ പറയും, അതൊന്നും അല്ല, എന്റെ മോൻ കുറച്ചു നാളായിട്ട് ശരിയല്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അവൻ ആദ്യം എങ്ങനെയാണോ ഇരുന്നത് അതുപോലെ തന്നെ എനിക്ക് ഇരിക്കണമെന്ന് ആഗ്രഹം എന്ന് പറയും. ഇത് കേട്ടത് കൊണ്ട് തന്നെ ട്യൂട്ടർ പറയും, അതിനെന്താ, അവനിപ്പോ സന്തോഷമായിട്ടല്ല ഇരിക്കുന്നത് സാറെന്ന് ഇരിക്കും. ഇത് കേട്ടത് കൊണ്ട് തന്നെ അച്ഛൻ പറയും, അല്ല, അവൻ സന്തോഷമായിട്ടൊന്നും അല്ല ഇരിക്കുന്നത്, അവൻ എന്റെ മോനല്ല, അവനെ കുറിച്ച് എനിക്കറിയാം. ഈ അടുത്തായിട്ട് അവൻ കുറെ ചീത്ത സ്വഭാവങ്ങളൊക്കെ അവന് വന്നിട്ടുണ്ട്, ചീത്ത കാര്യങ്ങളൊക്കെ അവൻ ചെയ്യുന്നുണ്ട്. നീയല്ല അവന്റെ ബെസ്റ്റ് ഫ്രണ്ട്, നീയല്ല എപ്പോഴും അവന്റെ കൂടെ ഉള്ളത്, കുറച്ച് നീ അവനെ പറഞ്ഞ് മനസ്സിലാക്കി നല്ല വഴിക്ക് കൊണ്ടുവരണമെന്ന് പറയും. ഇങ്ങനെ പറഞ്ഞിട്ട് നോക്കുമ്പോഴാണ് നമ്മുടെ ട്യൂട്ടറിന്റെ കഴുത്തിൽ ലോക്കറ്റും മാലയും കിടക്കുമല്ലോ ഇങ്ങനെ. അതില് ഫൈറ്റർ എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടത് കൊണ്ട് തന്നെ കലിപ്പിച്ച് ഇവനെ ഒരു നോട്ടം നോക്കിയിട്ട് ഒന്നും മിണ്ടത്തില്ല. എന്നിട്ട് പറയും, എന്റെ മോനെ എനിക്ക് പഴയ പോലെ വേണമെന്ന് പറയും. ഇയാളോട് എന്ത് പറയണമെന്ന് അറിയുന്ന ഷോക്കായിട്ട് നമ്മുടെ ട്യൂട്ടർ നിന്നിട്ട്, ശരി അങ്കിള് ഞാൻ ബെഡിൽ പോവാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. ഇയാള് ഇവനെ തന്നെ നോക്കി ഇങ്ങനെ നിൽക്കും. പ്രത്യേകിച്ചൊന്നും ഇല്ല. അച്ഛന് കാര്യങ്ങളെല്ലാം മനസ്സിലായി, ഇവർ തമ്മിൽ റിലേഷൻഷിപ്പിലാണെന്നും അച്ഛനത് താല്പര്യമില്ല. ഓൾറെഡി അച്ഛന് ഇഷ്ടം മറ്റേ ഹവാനെ കല്യാണം കഴിക്കുന്നതാണല്ലോ, ബിസിനസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയൊക്കെ. ഇവര് തമ്മിൽ റിലേഷനാണ്, അത് എന്റെ മോനൊരു ചെറുക്കനെയാണ് ഇഷ്ടമെന്നും കൂടെ അറിയുമ്പോഴേക്കും സ്വാഭാവികം എല്ലാ അച്ഛന്മാരെയും പോലെ തന്നെ അയാൾ ഇത്ര കലിപ്പായിട്ട്, പക്ഷേ കുറച്ച് എഡ്യൂക്കേഷൻ ഒക്കെ ഉള്ളത് കൊണ്ട് നൈസായിട്ട് ഡീസെന്റ് ആയിട്ട് വന്ന കാര്യം പറഞ്ഞു. അച്ഛൻ പറഞ്ഞു വരുന്നത് രണ്ടുപേരും തമ്മിൽ പിരിയണമെന്നാണെന്ന് നമ്മുടെ ട്യൂട്ടറിന് മനസ്സിലായി.
മനസ്സിലായി. അതുകൊണ്ട് തന്നെ ട്യൂട്ടർ എന്ത് ചെയ്യും, ഒന്നും മിണ്ടാതെ അങ്ങ് പോയിട്ട് ബെഡ് വന്നിട്ട് ഫൈറ്റർ അടുത്തിങ്ങനെ കിടക്കുക, അവന്റെ തോളിൽ ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ അവനോടൊന്നും മിണ്ടാതെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. കാരണം അച്ഛൻ എന്തിനായിരിക്കും അങ്ങനെ പറഞ്ഞത്, അച്ഛന് മനസ്സിലായി എന്നൊക്കെ മനസ്സിലായി. അതോർത്ത് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കും. ഇവനിങ്ങനെ ഇരിക്കുന്ന കണ്ടത് കൊണ്ട് തന്നെ നമ്മുടെ ഫൈറ്റർ വെക്കും, എന്ത് പറ്റി കുറെ നേരമായല്ലോ, ഭയങ്കര ചിന്തയിലാണല്ലോ എന്ന് പറയും. ഉടനെ പറയും, ഞാൻ ഭയങ്കര ചിന്തയിലെന്ന് പറഞ്ഞാൽ ഞാൻ സീരിയസ് ആയിട്ട് ഒരു കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുവായിരുന്നു എന്ന് പറയും. ഫൈറ്ററിനെ ചോദിക്കും, എന്താ പ്രശ്നം പറയുമെന്ന് പറയും. ഡോക്ടർ പറയും, നമ്മൾ ചെയ്യുന്നതൊക്കെ ശരിയാണ്, നമ്മൾ ചെയ്യുന്നതൊക്കെ തെറ്റല്ലേ എന്ന് വെക്കും. ഇത് കേട്ടത് കൊണ്ട് തന്നെ ഫൈറ്റർ ഷോക്കായിട്ട് വെക്കും, എന്ത് പറ്റി പെട്ടെന്ന് ഇപ്പൊ എന്താ നീ ഇങ്ങനെ ചോദിക്കാന്ന് വെക്കും. ഉടനെ ഡോക്ടർ, അതല്ല, എനിക്ക് നിന്റെ അച്ഛനെ ഓർത്ത് കുറച്ച് ടെൻഷനുണ്ട്, അതുകൊണ്ട് ഞാൻ ചോദിച്ചാണെന്ന് പറയും. ഇത് കേട്ടതുകൊണ്ട് തന്നെ ഫൈറ്റർ പറയും, അച്ഛനെ ഓർത്ത് എനിക്കും ടെൻഷനുണ്ട്, പക്ഷെ ഇപ്പൊ എന്തിനാ അതിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത്, ഞാനിപ്പോ നിന്റെ കൂടെ ഇല്ലേ, നീ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട, നിന്റെ കൂടെ ഇപ്പൊ ഉള്ളതാരാ, നിന്റെ സ്വന്തം കോള ബിയർ എന്ന് പറയും. ഇത് കേട്ടത് കൊണ്ട് തന്നെ ഡോക്ടർ പറയും, കോള ബിയറാ, അതെന്തോ സംഭവം അറിയത്തില്ല, ഇനി ബിയറാണോ അത് വല്ല പാവക്കുട്ടിയുടെ പേരാണോ അറിയത്തില്ല, സംതിങ് എന്തോ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു വാക്കാണെന്ന് മാത്രം അറിയാം. ഇത് കേട്ടത് കൊണ്ട് തന്നെ നമ്മുടെ ഡോക്ടർ പറയും, ഓ കോള ബിയർ ആണ്, അപ്പൊ ഒരു കാര്യമുണ്ട്, എന്നെ ഒന്നും ചെയ്യാൻ പാടില്ല, രാത്രി എന്നെ പിടിച്ച് കിടന്ന് ഉറങ്ങുക മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് പിന്നെ അവനെ ഹഗ് ചെയ്തിട്ട് കിടക്കും. ഉടനെ തന്നെ ഫൈറ്ററും സമ്മതിക്കും, ഓക്കെ ഹഗ് ചെയ്ത് കിടക്കാന്നും പറഞ്ഞ് അവനും കെട്ടിപ്പിടിച്ച് കിടക്കും. അങ്ങനെ പരസ്പരം ഹഗ് ചെയ്ത് രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആയിട്ട് കിടന്നുറങ്ങുകയാണ്. ഇതേ സമയം നമ്മുടെ ഫൈറ്ററിന്റെ അച്ഛന്റെ ഫോണിലോട്ട് നമ്മുടെ ഹവായുടെ അമ്മ മെസ്സേജ് ചെയ്യും. അതും ട്യൂട്ടറും ഫൈറ്ററും കൂടെ ബീച്ചിൽ പോയി ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് പറയും, തന്റെ മോനാണെങ്കിൽ എന്റെ മോടെ ഫ്രണ്ടുമായിട്ട് നാട് മുഴുവൻ കറങ്ങിക്കൊണ്ടിരിക്കുക, ഇതിനെപ്പറ്റി തനിക്ക് എന്താണ് പറയാനുള്ളത് എന്ന് പറഞ്ഞ ദേഷ്യത്തെ അയക്കും. ഈ ഫോട്ടോയും കൂടെ കണ്ടത് അച്ഛൻ ഓൾറെഡി കലിപ്പായിട്ട് നിൽക്കുക, മൊത്തത്തിൽ ടെൻഷൻ അടിച്ചിനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ അവിടെ കലിപ്പായിട്ട് നിൽക്കുന്നു. ഇവിടെ നേരെ സിംഗട്ട് ചെയ്ത് കാണിക്കുന്ന പിറ്റേഴ്സൺ ഡോക്ടറാണ് അവന്റെ വീട്ടിലിങ്ങനെ ഇരിക്കുക. അതേ സമയത്ത് നമ്മുടെ ഹവായാണ് മെസ്സേജ് അയക്കും, ആ ഫോട്ടോ ഇങ്ങോട്ട് സെൻഡ് ചെയ്തിട്ട് അയക്കും, ഇതിനെക്കുറിച്ച് എന്നോട് എപ്പോഴാ പറയാനിരിക്കുന്നത് എന്ന് ചോദിക്കും. ഈ ഫോട്ടോ കണ്ടതും ഡോക്ടർ ഷോക്കായിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് പറയും, ഇതെല്ലാം ഞാൻ നിന്നോട് പറയാൻ വേണ്ടി ഇരിക്കുവായിരുന്നു എന്ന് പറയും. ഉടനെ ഹവ, ഓ അങ്ങനെയാണോ, അങ്ങനെ തോന്നുന്നില്ലല്ലോ എന്ന് പറയും. ഇപ്പൊ പറയും, ഞാനിപ്പോ എന്ത് പറഞ്ഞാലും നിനക്ക് തെറ്റായിട്ട് തോന്നത്തുള്ളൂ, അതുകൊണ്ട് ഞാൻ നിന്നെ നേരിട്ട് വന്ന് കണ്ട് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറയാടി, പ്ലീസ് എന്നെ കാണാൻ വരുമോ എന്ന് വെക്കും. ഇത് കേട്ടത് പറഞ്ഞാൽ ഹവ ഓക്കെ എന്ന് പറയും. ഉടനെ ട്യൂട്ടർ പറയാം, എന്നാ നീ ഇപ്പൊ എവിടെയുള്ളത്, ലൊക്കേഷൻ സെൻഡ് ചെയ്യുന്ന പറയും. ഉടനെ ഹവ ലൊക്കേഷൻ സെൻഡ് ചെയ്ത് കൊടുക്കും. ഇവക്ക് മെസ്സേജ് അയച്ചിട്ട് ഉടനെ നമ്മുടെ ട്യൂട്ടർ എന്ത് ചെയ്യും, ഫൈറ്ററെ വിളിച്ചിട്ട് പറയും, പെട്ടെന്ന് നീ വീട്ടിലോട്ടൊന്ന് വന്ന ഒരു അത്യാവശ്യ കാര്യം ഉണ്ടെന്ന് പറയും. അവൻ പറയും, ഓക്കെ ശരി എന്ന് പറയും. ട്യൂട്ടർ ആണെങ്കിൽ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചിരിക്കുക, എങ്ങനെയാണ് ഹവ ഇത് അറിഞ്ഞത്, ഈ ഫോട്ടോ എങ്ങനെയായിരിക്കും ലീക്ക് ആയിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുക. കാരണം ഈ ഫോട്ടോസ് ആരെങ്കിലും ഇല്ലല്ലോ, ഇവർ രണ്ടുപേരും കയ്യിലല്ലേ ഉള്ളൂ, ഇതെങ്ങനെ ലീക്കായി ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ നേരെ സീൻ കട്ട് ചെയ്ത് കാണിക്കുന്ന ചെറിയൊരു ഫ്ലാഷ് ബാക്ക് ആണ്. ഫൈറ്ററിനെ ക്ലാസ് കഴിഞ്ഞ് എപ്പോഴത്തേം പോലെ അവനൊരു ചെറുക്കനെ ട്യൂഷൻ എടുത്തോണ്ടിരിക്കുകയാണ്. ഇതേ സമയം നമ്മുടെ ഫൈറ്റർ ഫോൺ ചെയ്യും. അപ്പോഴേക്കും ഫൈറ്ററുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കേൾക്കുമ്പോഴേക്കും അത് ഈ ഫോട്ടോനെ കുറിച്ചൊക്കെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴേക്കും ഇത് കണ്ടിട്ട് ആ ചെറുക്കൻ ഉണ്ടെന്ന് ചോദിക്കും, എന്നെ ട്യൂഷൻ പഠിപ്പിക്കുമ്പോൾ ഫോണിൽ സംസാരിക്കുവാണോ എന്ന് ചോദിക്കും. ഉടനെ എന്നെ ട്യൂട്ടർ ഫോൺ വെക്കും. ഫോൺ വെച്ചിട്ട് ഈ ചെറുക്കൻ ഉണ്ടെന്ന് ചോദിക്കും, നിനക്ക് ബോയ് ഫ്രണ്ട് ആണോ ഗേൾ ഫ്രണ്ട് ആണോ, ബോയ് ഫ്രണ്ട് ആണല്ലേ എന്ന് ചോദിക്കും. ഉടനെ എന്നെ ട്യൂട്ടർ ചിരിച്ചിട്ട് പറയും, നീ എന്തോ ഈ ചോദിക്കുന്നത്, നീ ആദ്യം നല്ലപോലെ പഠിച്ചാൽ നിനക്ക് നല്ല ബോയ് ഫ്രണ്ടിനെ കിട്ടുമെന്ന് പറയും. ഉടനെ ഈ ചെറുക്കൻ ചോദിക്കും, നിന്നെ പോലുള്ള ബോയ് ഫ്രണ്ടിനെ കിട്ടുമെന്ന് ചോദിക്കും. അതായത് ഇവനെ പോലെ ക്യൂട്ടായിട്ടുള്ള ബോയ് ഫ്രണ്ടിനെ കിട്ടുമെന്ന്. അയ്യോ അങ്ങനെ കിട്ടാൻ പാടാ മോനെ, എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെ പോലെ ക്യൂട്ടായിട്ടുള്ള ബോയ് ഫ്രണ്ടിനെ കിട്ടണമെങ്കിൽ നീ ഫൈറ്ററെ പോലെ ഒടുക്കത്തെ ക്ലവർ ആയിരിക്കണം. രണ്ടാമത്തെ കാര്യം ഇടുക്കാച്ച് ബോഡിയൊക്കെ ഉണ്ട്, 6 pack ബോഡിയൊക്കെ ഉണ്ടെങ്കിൽ ഇത്രയും ക്യൂട്ടായിട്ടുള്ള ബോയ് ഫ്രണ്ടിനെ കിട്ടത്തുള്ളൂ. അത് നീ ഇരുന്ന് പഠിക്കും. മുട്ടേന്ന് വിരിഞ്ഞിട്ട് പോലും ഇല്ല, അതിന് മുമ്പാണ് ആ മുട്ടത്തോടെങ്കിലും തട്ടിക്കളയണം. അവരാണെങ്കിൽ ബോയ് ഫ്രണ്ട് വേണം, അത്ര ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് പോലും ഇല്ല, ഒരു ബോയ് ഫ്രണ്ട് ആയിട്ട് വേണം. എന്ത് പറയാൻ, ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഭയങ്കര ടെററാണ്. ഞാൻ നേരത്തെ ട്യൂഷൻ പഠിപ്പിക്കുമ്പോൾ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരുണ്ട്, ഞാനായിട്ട് നല്ല കമ്പനിയൊക്കെയാണ്. ട്യൂഷൻ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും ഞങ്ങളെല്ലാം ഭയങ്കര കൂട്ടും. അപ്പൊ പിള്ളേരോട്ട് പറയും, ഒരു ചെറുക്കൻ എന്നെ പ്രപ്പോസ് ചെയ്തത് 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന, എന്റെ പൊന്നെ അടുക്കള ചെന്ന കത്തിയെടുത്തേറ്റ് ഞാൻ കുത്ത്, എന്തിന് ജീവിച്ചിരിക്കണമെന്ന് ഓർത്തിട്ടുണ്ട്. എനിക്ക് എന്ത് പറയാനാ പിള്ളേരൊക്കെ കാര്യം. സ്റ്റുഡന്റ് ഇങ്ങനെ പറയുന്ന കേട്ടത് ഉടനെ ഇവൻ ചിരിച്ചിട്ട് പറയും, നീ പഠിക്കും, ഞാനൊന്ന് വാഷ്റൂം വരെ പോയിട്ട് വരാന്ന് പറഞ്ഞ് ഫോൺ അവിടെ വെച്ചിട്ട് ഇവൻ എഴുന്നേറ്റ് പോകും. ട്യൂട്ടർ അങ്ങോട്ട് പോയി ചെറുക്കനുണ്ടെ ട്യൂട്ടറിന്റെ ഫോൺ എടുത്ത് നോക്കും. ഇപ്പൊ പ്രസന്റ് ട്യൂട്ടർ ഇതെല്ലാം വീട്ടിൽ നിന്ന് ആലോചിക്കുക, ഒരുപക്ഷെ അങ്ങനെയായിരിക്കും ഫോട്ടോ ലീക്ക് ആയത് എന്ന് പറഞ്ഞിട്ട്. ഇതേ സമയം നമ്മുടെ ഫൈറ്റർ അങ്ങോട്ട് വരും, വന്നിട്ട് വയ്ക്കും, എന്ത് പറ്റി, എന്താ കാര്യം എന്ന് വയ്ക്കും. ഉടനെ ഈ ഫോട്ടോ അവനെ കാണിക്കുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ ഫൈറ്റർ ഷോക്കായിട്ട് പറയും, ഞാനിത് ആരെയും കാണിച്ചിട്ടില്ല, ഞാനിത് ആർക്കും വായിച്ചു കൊടുത്തിട്ടില്ല എന്ന് പറയും. ഉടനെ ഡോക്ടർ പറയും, എനിക്കത് അറിയാം, ഞാൻ നിന്നെ വിശ്വസിക്കുന്നത്, എനിക്കറിയാം നീ എങ്ങനെയൊന്നും ചെയ്യത്തില്ലെന്ന്. പക്ഷെ ഇപ്പൊ ഹവ ഇതിനെ കുറിച്ച് അറിഞ്ഞ് എന്നെ വിളിച്ച് ചോദിച്ചായിരുന്നു, ഞാനിപ്പോ ഹവായെ കണ്ട് സംസാരിക്കാൻ പോവാ, നീ എന്റെ കൂടെ വരുമോ എന്ന് ചോദിക്കും. ഇത് കേട്ടത് പറഞ്ഞ ഫൈറ്റർ പറയും, ഞാനും വരാമ്പോ നമുക്ക് പോവാന്ന് പറയും. അങ്ങനെ രണ്ടുപേരും കൂടെ നേരെ ഹവാനെ കാണാൻ വേണ്ടി ഹവ ഉള്ളിടത്തോട്ട് പോവാണ്. ചെല്ലുമ്പോ ഹവയാണ് ഇങ്ങനെ റോഡ് നിൽക്കുക, രണ്ടുപേരും വരണ്ട് പേടിച്ചിട്ട് പോകുന്നു. ട്യൂട്ടറിനാണ് എന്ത് പറയുന്ന അറിയത്തില്ല, അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ല, എന്ത് പറഞ്ഞ് ഇവിടെ മനസ്സിലാക്കും. അതും അവിടെ എക്സ് ലവർ, ഇവർ ഇടയ്ക്ക് അവൻ കയറിയതാണെന്നുള്ളൊരു
ഒരു സിറ്റുവേഷൻ അല്ലേ, എന്ത് പറഞ്ഞു മനസ്സിലാക്കുമെന്നറിയാൻ രണ്ടുപേരും കൂടെ നടന്നങ്ങോട്ട് അവിടെ അടുത്ത് ചെല്ലുമ്പോഴേക്കും അവളെ തിരിഞ്ഞു നോക്കുമ്പോ ഫൈറ്ററിനെ കാണും. ഫൈറ്ററിനെ കണ്ടത് കൊണ്ട് തന്നെ ഹവ കലിപ്പാവും. ഹവ ഭയങ്കര കലിപ്പായിട്ട് ഫൈറ്ററോട് ചോദിക്കും, നീ എന്താ ഇവിടെ? എന്നിട്ട് ചോദിക്കും, നീ സുഖമായിട്ടിരിക്കുന്നെന്ന് ചോദിക്കും. ഉടനെ തന്നെ ഫൈറ്റർ പറയും, നന്നായിട്ടിരിക്കുന്നെന്ന് പറയും. ഉടനെ ഹവ പറയും, അത് നിന്റെ മുഖം കണ്ടാലും അറിയാലോ നീ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുവാണെന്ന്. ഒരു കുത്തിയൊരു വർത്തരം. എന്നിട്ട് നേരെ ട്യൂട്ടറെ നോക്കിയിട്ട് പറയും, എപ്പോഴാ എന്നോട് ഇതൊക്കെ നീ പറയാനിരുന്നത് എന്ന് ചോദിക്കും. ഇത് കേട്ടും ട്യൂട്ടറാണ് പേടിച്ച് പറയും, ഞാൻ ബീച്ചിൽ നിന്ന് വന്നപ്പോഴേ നിന്നോട് ഇതെല്ലാം പറയണമെന്ന് ഓർത്തിരുന്നതെന്ന് പറയും. ഇത് കേട്ടത് കൊണ്ട് ഫൈറ്റർ പറയും, അതെ അതെ അവ നിന്നോട് പറയുമെന്ന് പറഞ്ഞിട്ടാണ് അവിടുന്ന് വന്നത് എന്ന് പറയും. ഇത് കേട്ടത് ദേഷ്യമായിട്ട് ഹവ ഉടനെ ഫൈറ്ററോട് പറയും, ഞാൻ നിന്റെ അടുത്തൊന്നും ചോദിച്ചില്ല, ഞങ്ങൾ സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് നീ കയറി സംസാരിക്കണ്ടെന്ന് പറയും. എന്നിട്ട് നേരെ ഹവ സമാധാനമായിട്ട് ട്യൂട്ടറെ നോക്കിയിട്ട് പറയും, നീ എന്നോട് ഇക്കാര്യങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ, പക്ഷെ ഞാൻ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ, നീ എന്ത് ചെയ്താലും നിനക്ക് സപ്പോർട്ടായിട്ടേ ഞാൻ നിൽക്കത്തുള്ളൂ, അതുകൊണ്ട് നീ ഇതൊന്നും ഓർത്ത് വെറുതെ സങ്കടപ്പെടണ്ടെന്ന് പറയും. ഇത് കേൾക്കുമ്പോഴാണ് നമ്മുടെ ട്യൂട്ടറിന്റെ മുഖത്തൊരു സന്തോഷവും ചിരിയൊക്കെ വരുന്നത്. ഓക്കെ, അവൾ അക്സെപ്റ്റ് ചെയ്തല്ലോ, അവൾ എങ്ങനെ ചെയ്യാതിരിക്കും, അവൾ ഇവനെയൊക്കെ മൂവ് ഓൺ ചെയ്തിട്ട് അവൻ വേറെ റിലേഷൻഷിപ്പ് വരെ ഇരിക്കും, പിന്നെ എന്തിനാണ് അവൾ ഇതൊക്കെ കലിപ്പായിട്ടിരിക്കുന്നത് അല്ലേ. ഹവ എന്നിട്ട് നേരെ ഫൈറ്ററോട് പറയും, എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാണ്ട്, നിനക്ക് ട്യൂട്ടറിനെ ഇഷ്ടമെങ്കിൽ പിന്നെ നീ എന്തിനാ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് എന്റെ ഫീലിങ്സുമായിട്ട് വെറുതെ എന്നെ സങ്കടപ്പെടുത്തിയതെന്ന് ചോദിക്കും. അതും ട്യൂട്ടർ ജലസാക്കാൻ വേണ്ടിയല്ലേ നീ അതൊക്കെ ചെയ്തതെന്ന് ചോദിക്കും. ഇത് കേട്ടതും ഫൈറ്റർ ഒന്നും മിണ്ടത്തില്ല, കാരണം സത്യം അതാണല്ലോ. ഫൈറ്ററാണ് ട്യൂട്ടറെ നോക്കും, ഇവനിങ്ങനെ മിണ്ടാതെ ട്യൂട്ടറെ നോക്കുന്ന കാണുമ്പോൾ തന്നെ ഹവാക്ക് മനസ്സിലാവും. പിന്നെ പറയാ, അതൊക്കെ പോട്ടെ, അതൊക്കെ കഴിഞ്ഞല്ലേ, ട്യൂട്ടർ നമ്മൾ കുറെ നാളായില്ലേ ഒന്നിച്ച് റെസ്റ്റോറന്റിലൊക്കെ പോയി ഫുഡ് കഴിച്ചിട്ട്, നമുക്ക് രണ്ടുപേർക്ക് മാത്രം പോയി ഫുഡ് കഴിക്കാന്ന് പറയും. അതായത് ഫൈറ്ററെ കൊണ്ടുപോട്ടാത്. ഇത് കേട്ടത് കൊണ്ട് തന്നെ ട്യൂട്ടർ പറയും, ശരി ഞാൻ വരാന്ന് പറഞ്ഞിട്ട് ഫൈറ്ററോട് പറയും, നീ വീട്ടിൽ പോക്കോ, ഞാൻ ഹവ ആയിട്ട് ഫുഡ് കഴിക്കാൻ പോവാന്ന് പറയും. ഫൈറ്ററിനെ ട്യൂട്ടറെ നോക്കുമ്പോഴേക്കും ഭയങ്കര സോഫ്റ്റ് ആയിട്ട് പറയും, നീ വീട്ടിൽ പൊക്കോ, ഞാൻ അവളുമായിട്ട് പോയിട്ട് വന്നേക്കാന്ന് പറയും. ഇവർ രണ്ടുപേരും ഇങ്ങനെ റൊമാൻസ് ചെയ്യുന്ന കണ്ടത് ഈ പെണ്ണ്, അയ്യോ ഇവന്മാരെങ്ങനെയാടാ ഇങ്ങനെ കട്ടപ്രാടത്തിലാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഈ പെണ്ണും ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുക. ഫൈറ്റർ അങ്ങോട്ട് പോയത് കൊണ്ട് തന്നെ ട്യൂട്ടറെ വിളിച്ചടുപ്പിച്ചിട്ട് പറയും, നീ എപ്പോ തൊട്ടാടാ റിലേഷൻഷിപ്പ് ഇരിക്കാൻ തുടങ്ങിയത്, എപ്പോഴാടാ ലൈനൊക്കെ സെറ്റ് ആയത്, ഫുൾ കാര്യം എന്നോട് പറയടാ എന്ന് പറഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിട്ട് സാധാ ബെസ്റ്റ് ഫ്രണ്ട്സ് ഒക്കെ എങ്ങനെയാണ് പെരുമാറുന്നത് അതുപോലെ തന്നെ ഈ പെണ്ണ് ഭയങ്കര ഹാപ്പി ആയിട്ട് എല്ലാ കാര്യങ്ങളും ചോദിക്കും. ഇത് കേട്ടത് ഭയങ്കര ചിരിച്ച് ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് നമ്മുടെ ട്യൂട്ടർ പറയും, എല്ലാ റെസ്റ്റോറന്റിൽ പോയി പറയാം ബാബാ എന്ന് പറഞ്ഞാൽ രണ്ടുപേരും കൂടെ ഹാപ്പി ആയിട്ട് പോകും. ഇവിടെ നേരെ സിങ്കട്ട് ചെയ്ത് കാണിക്കുന്നത് പിറ്റേ ദിവസം നമ്മുടെ ട്യൂട്ടർ ആണെങ്കിൽ റെസ്റ്റോറന്റിൽ വർക്ക് ചെയ്തോണ്ടിരിക്കുക, ഭയങ്കര സന്തോഷമായിട്ട് പാട്ടൊക്കെ പാടി വർക്ക് ചെയ്തോണ്ടിരിക്കും. നോക്കുമ്പോഴേക്കും നമ്മുടെ ഫൈറ്ററിന്റെ അച്ഛൻ വന്നിരിക്കുന്നു. ഫൈറ്ററിന്റെ അച്ഛനെ കണ്ടതും ട്യൂട്ടർ ഷോക്കാവും, ഇവനറിയാം എന്തോ ഒരു പണിയായിട്ട് വരുവാന്ന്. ഉടനെ ചെന്നിട്ട് ബാങ്കിൽ അകത്തുവാന്ന് പറഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിട്ട് വിളിച്ച് കൊണ്ടിരുത്തി കോഫിയൊക്കെ കൊടുക്കും. ഉടനെ അയാൾ പറയും, ഞാൻ നിന്നെ കണ്ട് സംസാരിക്കാൻ വേണ്ടി വന്നേ, നീ ഇരിക്കുന്നു പറയും. ഇവനാണ് ഭയങ്കര ടെൻഷനായിട്ട് പേടിച്ച്, ഇവൻ അറിയാലോ എന്തോ ഒരു പണിയാണെന്ന്. ഇരുന്നുകൊണ്ട് തന്നെ അച്ഛൻ പറയും, നീയും ഫൈറ്ററിനും ഇടയിൽ എന്താ ഉള്ളതെന്നൊക്കെ എനിക്കറിയാം, എനിക്കതെല്ലാം മനസ്സിലായി, പക്ഷെ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നീ മനസ്സിലാക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് ഒരേ ഒരു മോനാണ് ഫൈറ്റർ, അവനവന്റെ ജീവിതത്തിൽ ഭയങ്കര സന്തോഷമായിട്ട് ഫാമിലി, കുഞ്ഞുങ്ങൾ, കുട്ടികൾ അങ്ങനെയൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്ന കാണണമെന്നാണ് എന്റെ ആഗ്രഹം എന്ന് പറയും. ഇത് കേട്ടത് കൊണ്ട് തന്നെ ട്യൂട്ടർ പറയും, അവൻ ഇപ്പോഴും ജീവിതത്തിൽ ഹാപ്പി ആയിട്ടാണല്ലോ അങ്കിൾ ഇരിക്കുന്നത് എന്ന് പറയും. ഇത് കേട്ടത് കൊണ്ട് തന്നെ അച്ഛൻ പറയും, ഇല്ല ഹാപ്പി ആയിട്ടല്ല, ഞാൻ ഹാപ്പി ആയിട്ടല്ല ഇരിക്കുന്നത്, നീ അവന്റെ ജീവിതത്തിൽ നിന്ന് വിട്ടു നിൽക്കണമെന്നാണ് എന്റെ ആഗ്രഹം, നീ അത് മനസ്സിലാക്കത്തില്ലേ എന്ന് ചോദിക്കും. ഇത് കേട്ടതും ഭയങ്കര ടെൻഷനായിട്ട് സങ്കടമായിട്ട് ട്യൂട്ടർ വയ്ക്കും, ഇതിനെക്കുറിച്ച് ആദ്യം അങ്കിളുടെ മോനോട് സംസാരിച്ചെന്ന് വെക്കും. ഉടനെ ഇയാളെ പറയും, എന്റെ മോനെ കുറിച്ച് എനിക്കറിയാം, പക്ഷെ നീ ഇത് മനസ്സിലാക്കണം, നീയാണ് ഇത് ആദ്യം മനസ്സിലാക്കേണ്ടത്, നീ അവനെ ശരിക്കും സ്നേഹിക്കുന്നുണ്ട്, അവന് സന്തോഷമാണ് നിനക്ക് വലുതെങ്കിൽ നീ അവന്റെ ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കണം, പ്ലീസ്, നിനക്ക് എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം, നിനക്ക് എത്ര രൂപ വേണമെങ്കിലും ഞാൻ തരാന്ന് പറയും. ഇങ്ങനെ പൈസ തരാന്ന് പറയുന്ന കേട്ടതും ട്യൂട്ടർ ഭയങ്കരമായിട്ട് തകർന്നിട്ട് എഴുന്നേച്ചിട്ട് പറയും, അങ്കിള് പറഞ്ഞൊക്കെ എനിക്ക് മനസ്സിലായി, അങ്കിള് പറഞ്ഞതുപോലെ തന്നെ ഞാൻ ചെയ്യാം, പക്ഷെ അതിനുവേണ്ടി എനിക്ക് പൈസയുടെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെട്ട് അവിടെ നിന്ന് പോയിട്ട് നേരെ അവിടെ ഉള്ള ഒരു ഗാർഡൻ പോലെ സ്ഥലത്ത് പോയി ഇരുന്നിട്ട് ഭയങ്കരമായിട്ട് സങ്കടപ്പെടും. ഇവര് ബീച്ച് വെച്ച് പ്രോമിസ് ഒക്കെ ചെയ്തില്ലേ, നീ എന്നെ വിട്ടു പോകാത്തിടത്തോളം കാലം ഞാൻ നിന്റെ കൂടെ കാണുമെന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളും ഇവര് ഹാപ്പി ആയിട്ട് ബീച്ചിലൊക്കെ നടന്ന കാര്യങ്ങളും ഒക്കെ ഓർത്തിട്ട് ഇവൻ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിരുന്ന കാര്യമാണ്. ഇവനിങ്ങനെ സങ്കടപ്പെട്ട് കരയുന്ന കണ്ടത് ആ കടയുടെ ഓണർ നേരെ നമ്മുടെ ഫൈറ്ററിന്റെ അച്ഛന്റെ അടുത്ത് നിന്നിരുന്നിട്ട് പറയും, സാർ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം സംസാരിക്കാനുണ്ട് എന്ന് പറയും. ഇതേസമയം അച്ഛനാണ് ഭയങ്കര സന്തോഷമാണ്, കാരണം അയാളും കുറ്റം പറയാൻ പറ്റത്തില്ല, ഏതൊരു അച്ഛനാണെങ്കിലും അങ്ങനെയല്ലേ ചിന്തിക്കത്തുള്ളൂ. അപ്പൊ ഇവൻ ഓക്കെ, ഇവൻ വിട്ടുപോകാന്ന് പറഞ്ഞത് കേട്ടപ്പോ അയാൾക്കൊരു സന്തോഷം, ആ പ്രശ്നം സോൾവ് ആയി എന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കടയുടെ മുതലാളി വരുന്നത്. ഉടനെ പറയും, പറഞ്ഞോ എന്താണെങ്കിലും പറഞ്ഞോ നീ മുതലാളിയോട് പറയും, ഞാനും LGBT കമ്മ്യൂണിറ്റിയിലുള്ള ഒരാളാണ്, പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുള്ള ആരെ കുറിച്ച് വേണമെങ്കിലും വേണ്ട തീരുമാനം എടുക്കാം, പക്ഷെ നിങ്ങളുടെ ഫാമിലിയിലുള്ളതോ നിങ്ങളുടെ ആരോ അല്ലാത്ത ട്യൂട്ടറിന്റെ ജീവിതത്തെ കുറിച്ച് നിങ്ങൾക്ക് തീരുമാനം എടുക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. ഈ ലോകം എത്രയോ മാറി, എത്രയൊക്കെയോ കാഴ്ചപ്പാടുകൾക്ക് വ്യത്യാസം വന്ന്, എത്രയോ കപ്പിളുകൾ സന്തോഷമായിട്ട് ഫാമിലി ആയിട്ട് ജീവിക്കുന്നു. അങ്ങനെ അവര് സന്തോഷമായിട്ട് ജീവിക്കുമ്പോൾ അവരെ സങ്കടപ്പെടുത്തുന്നത് എന്താണെന്നറിയും, നിങ്ങളെ പോലുള്ള ചില ആൾക്കാരുടെ ചിന്താഗതികളാണ്. നിങ്ങൾ നിങ്ങളുടെ മോനെ കുറിച്ച് ആലോചിച്ച് നോക്കുക, അവന്റെ സന്തോഷത്തെ കുറിച്ച് ആലോചിച്ച് നോക്കുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും അച്ഛന് മനസ്സിലാവും ഇയാൾ എന്തോ പറഞ്ഞു വരുന്നത്. ഉടനെ ഒന്നും വേണ്ടാതെ ദേഷ്യമായിട്ട് അയാൾ എഴുന്നേച്ച് അവിടെ നിന്ന് അങ്ങ് പോകും. ഇത് കണ്ടത്
അപ്പം നേരെ തന്നെ ഈ മാനേജർ എന്ത് ചെയ്യും, നമ്മുടെ ട്യൂട്ടറിന്റെ അടുത്ത് വരും. ട്യൂട്ടറാണ് അവിടെ നിന്ന് ഭയങ്കര കരച്ചിലാണ്. എങ്ങനെയാണ് ഈ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പിൽ കൊണ്ടുവരുന്നത്, അവനെ വിട്ടിട്ട് ഇവൻ എങ്ങനെ ഇരിക്കും, അത്രയ്ക്ക് ഇഷ്ടമാണല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് അവനോട് എങ്ങനെ ഇതിനെക്കുറിച്ച് സംസാരിക്കും എന്നൊക്കെ ആലോചിച്ച് പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ഇയാളെ വന്നിട്ട് പറയും, നീ എന്താ ഇങ്ങനെ മിണ്ടായിരിക്കുന്നത്, നീ എന്ത് ചെയ്യണം എന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാതെ നിനക്ക് എന്താണ് ഇഷ്ടം, നിന്റെ മനസ്സിൽ എന്താണ് സന്തോഷം തരുന്നത്, അതാ നീ ചെയ്യേണ്ടത്. ഇപ്പൊ ഒരു കാര്യം പറയട്ടെ, നിനക്കിപ്പോ ഒരു കേക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നീ ആഗ്രഹിക്കുന്ന പോലെ അത് ഡിസൈൻ ചെയ്താൽ മാത്രമേ അവസാനം നിനക്ക് സന്തോഷം തരുന്ന രീതി, നിന്റെ മനസ്സിന് ഇഷ്ടമുള്ള രീതി ഫൈനലി ആ കേക്ക് വരത്തുള്ളൂ. അതേസമയം മറ്റൊരാൾ കൊണ്ടുവന്ന ഒരു ഡിസൈൻ നിന്റെ കയ്യിൽ തന്നിട്ട് നീ ഇതുപോലെ ആ കേക്ക് ചെയ്യുന്നു പറഞ്ഞാൽ ഒരുപക്ഷെ നീ ആ ഡിസൈൻ അതുപോലെ തന്നെ ചെയ്യുമായിരിക്കും. പക്ഷെ കുറച്ചാൾ കഴിയുമ്പോഴേക്കും ആ ഡിസൈൻ പഴകവും ചെയ്യും. ആ ഡിസൈൻ ചെയ്യുന്നത് കൊണ്ട്, ആ കേക്ക് ചെയ്യുന്നത് കൊണ്ട് നിനക്കൊരു സന്തോഷം കിട്ടത്തുമില്ല, നിന്റെ മനസ്സ് ഹാപ്പി ആകത്തില്ല. അതേസമയം നിന്റെ ഇഷ്ടത്തിന് നീ ആ കേക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ ഓരോ ദിവസവും പുതിയ പുതിയ ഡിസൈനുകളായിരിക്കും, നിനക്ക് അത് മനസ്സിൽ സന്തോഷം തരും. അതുകൊണ്ട് മറ്റുള്ളവർ പറയുന്നൊന്നും കേട്ട് നീ വെറുതെ ടെൻഷൻ അടിക്കരുത്, നീ തന്നെ നിന്റെ ഒരു തീരുമാനം എടുക്കുമെന്ന് പറയാം. അതായത് ഇയാൾ ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞത് ചുമ്മാ ഫൈറ്ററിന്റെ അച്ഛൻ പറയുന്ന കേൾക്കണമെന്നില്ല, നിനക്ക് സന്തോഷം എന്താണോ ഉള്ളത് നീ അത് കണ്ടിന്യൂ ചെയ്യുന്ന അയാൾ നൈസായിട്ടൊരു ഉപദേശം കൊടുത്തിട്ട് പോകും. ഇവിടെ നേരെ സീൻ കട്ട് ചെയ്ത് കാണിക്കുന്ന പിറ്റേ ദിവസം കോളേജാണ്. ഫൈറ്റർ ആണെങ്കിൽ ട്യൂട്ടറെ കിടന്ന് ഫോൺ വിളിച്ചിട്ട് ഒന്നും ട്യൂട്ടർ ഫോൺ എടുക്കുന്നില്ല. എന്നാൽ അവനെ കാണാന്ന് പറഞ്ഞ അവന്റെ ക്ലാസ് കഴിഞ്ഞ് വരുന്ന വഴി കാത്തിരിക്കും. അപ്പോഴേക്കും നമ്മുടെ ട്യൂട്ടർ വരും. വന്നതും ചെന്നിട്ട് ദേഷ്യത്തിൽ ഫൈറ്റർ വയ്ക്കും, എന്താ നീ ഫോൺ എടുക്കാത്ത, ഞാൻ എത്ര തവണ വിളിച്ചു, ഇന്നലെ രാത്രി മുതൽ വിളിക്കുക, ഒരു 10 തവണ വിളിച്ചില്ല, നീ എന്താ ഫോൺ എടുക്കാത്തതെന്ന് വയ്ക്കും. അയ്യോ പാവം നമ്മുടെ ട്യൂട്ടറെ കാണാൻ ജീവൻ പോലും ഇല്ലാത്ത രീതി ഭയങ്കര സങ്കടമായിട്ട്, അവള് പനിയൊക്കെ വരുമ്പോ ഇരിക്കത്തില്ല അതുപോലെ സങ്കടമായിട്ടിരിക്കും. ഇങ്ങനെ ഫൈറ്റർ ചോദിക്കുന്ന കേട്ടതും പറയും, ഒന്നുമില്ല, ഞാൻ ഭയങ്കര ടയർഡായിട്ട് വയ്യാതിരിക്കുമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ എടുക്കാഞ്ഞെന്ന് പറയും. ഇത് കേട്ടത് കൊണ്ട് തന്നെ ഫൈറ്റർ ഭയങ്കര ടെൻഷനായിട്ട് ചോദിക്കും, എന്ത് പറ്റി, ടയേർഡായോ, എന്ത് പറ്റി നിനക്ക് എന്ന് പറഞ്ഞിട്ട് അവന്റെ ദേഹത്തിന് തൊടും. അതായത് എന്ത് പറ്റിയെന്ന് അറിയാൻ വേണ്ടി ചെക്ക് ചെയ്യാൻ വരുമ്പോഴേക്കും പെട്ടെന്ന് ഇവൻ കൈ എടുത്ത് മാറ്റിയിട്ട് പറയും, പ്രത്യേകിച്ചൊന്നും ഇല്ല, ഞാൻ ഭയങ്കര ടയേർഡായിരുന്നു, അത്രേ ഉള്ളൂ, ഞാനിപ്പം പോവുക, ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവനൊന്നും തൊട്ടും തൊടാത്ത രീതി അവിടെ ഇവിടെ മുട്ടാതെ ഇവനങ്ങ് വർത്താനം പറഞ്ഞിട്ട് പോകും. ഇവരിങ്ങനെ ഒരുമാതിരി വർത്താനം പറയുന്നത് കേൾക്കുമ്പോഴേ ഫൈറ്ററിന് മനസ്സിലാവും എന്തോ ഒരു പ്രശ്നമുണ്ട്, നമ്മൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഇതൊക്കെ ചെയ്യുന്നതെന്ന് അവന് മനസ്സിലാവും. ഇവിടെ നേരെ സീൻ കട്ട് ചെയ്ത് കാണിക്കുന്നത് അന്ന് രാത്രി നമ്മുടെ ട്യൂട്ടറാണ് റൂമിൽ ഇരുന്ന് ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കറക്റ്റ് സമയത്ത് നമ്മുടെ സ്കൈ അങ്ങോട്ട് വരും. സ്കൈ ആണെങ്കിൽ ട്യൂട്ടറിന്റെ അടുത്ത് സൈഫയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒപ്പീനിയനൊക്കെ ചോദിക്കാന്ന് പറഞ്ഞിട്ടാണ് വന്നത്. ഇവിടെ വന്നിരുന്ന് ഇവർ രണ്ടോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ഇവനിങ്ങനെ വിഷമിച്ചിരിക്കുന്ന കാണുമ്പോൾ എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ഉടനെ ട്യൂട്ടർ പറയും, ഞാനും ഫൈറ്ററും തമ്മിൽ റിലേഷൻഷിപ്പിലാണ്, ഞങ്ങൾക്കിടയിൽ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞെന്ന് പറയും. ഇത് കേട്ടത് സ്കൈ ഭയങ്കര ഷോക്കായിട്ട് ഇങ്ങനെ ആലോചിക്കും, എന്റെ പൊന്നി, ഞാൻ വിചാരിച്ച പോലെ തന്നെ ഇതെല്ലാം BL നോവലിലെ കാര്യങ്ങളാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കും. എന്നിട്ട് നേരെ തിരിഞ്ഞിട്ട് പറയും, അത് പിന്നെ ട്യൂട്ടർ ഞാനും സൈഫായും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയാൻ വരുമ്പോഴേക്കും ഉടനെ നമ്മുടെ ട്യൂട്ടർ ഇങ്ങനെ തിരിഞ്ഞ് ഇവനെ നോക്കും. ഇവനിങ്ങനെ നോക്കുന്ന കണ്ട് സ്കൈ ഉടനെ പറയും, അയ്യോ നിന്റെ അത്രയൊന്നും ഇല്ല കേട്ടോ, അത്രയൊന്നും ഇല്ല, പക്ഷെ എന്ത് ചെയ്യണം, മുന്നോട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാൻ ഭയങ്കര ടെൻഷനിലിരിക്കുകയാണെന്ന് പറയും. സ്കൈ ഇങ്ങനെ പറയുന്നത് കേട്ടത് ഉടനെ ട്യൂട്ടർ പറയും, നിന്റെ മനസ്സെന്താണോ പറയുന്നത് നീ അത് ചെയ്യ്, അതായിരിക്കും ശരിയെന്ന് പറയും. ഇത് കേട്ടോന്നെ സ്കൈ പറയും, എന്നോട് മനസ്സ് പറയുന്നത് എന്താണ് അത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നീ എന്താ പിന്നെ ഇങ്ങനെ ഷോക്കായിട്ടിരിക്കുന്നത്, നീ എന്താ നിന്റെ മനസ്സ് പറയുന്നത് കേൾക്കാത്തതെന്ന് ചോദിക്കും. ഉടനെ ട്യൂട്ടർ പറയും, എന്റെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് ഇപ്പൊ എന്റെ മനസ്സ് പറയുന്നതല്ല, എന്റെ ബ്രെയിൻ എന്താണോ പറയുന്നത് അതാണ് ഞാൻ കേൾക്കേണ്ടത്, അങ്ങനെയാണ് എന്റെ സിറ്റുവേഷൻ എന്ന് പറയും. ഉടനെ നമ്മൾ സ്കൈ പറയാം, അതൊക്കെ എവിടെ ഇരിക്കട്ടെ, നിങ്ങൾക്കിടയിൽ എങ്ങനെ ഇതൊക്കെ സെറ്റ് ആയത് കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോഴേക്കും ഇത് കേട്ടതും ട്യൂട്ടർ ഭയങ്കര ഹാപ്പി ആയിട്ട് നടന്ന കാര്യങ്ങളെല്ലാം പറയും. ഇവിടെ നേരെ സീൻ കട്ട് ചെയ്ത് കാണിക്കുന്നത് നമ്മുടെ സൈഫാനെയാണ്. ഞാനും ഓർത്ത് സൈഫാനെ കാണുന്നില്ലല്ലോ എന്ന്. പാവം ചെറുക്കനെ കാണാത്തെന്ന് വെച്ചാൽ പനി അടിച്ച് റൂമിൽ ഇങ്ങനെ വെട്ടി കിടക്കുവാണ്. ഇതേ സമയം സൈഫാനെ കാണാൻ വേണ്ടി നമ്മുടെ സ്കൈ ഇങ്ങോട്ട് വരും. സൈഫാൻ ഈ അവസ്ഥയെ കണ്ടതും ഭയങ്കര സങ്കടമായിട്ട് തുണിയൊക്കെ എടുത്തോണ്ട് വന്നിട്ട് അവനെ തുടച്ച് നെറ്റിയിലൊക്കെ തുണിയൊക്കെ ഇട്ട് കൊടുക്കും. BL ഡ്രാമയാണോ? ഒരു 90% ഡ്രാമയിൽ പനി വന്നിരിക്കും, വന്നാൽ ഞങ്ങൾ തുണിയിട്ട് തുടച്ച് വൃത്തിയാക്കി കൊടുത്തിരിക്കും. ഇതൊരു വൈബാണെന്ന് എനിക്ക് തോന്നുന്നത്. അവര് മിക്ക ഡ്രാമയിൽ ഇത് വെക്കും. അല്ലേ മക്കളെ, സത്യമല്ലേ? നിങ്ങൾ തന്നെ പറയാം, എത്ര സീരിയസ് കണ്ടിട്ടുണ്ട് നിങ്ങൾ ഈ സീൻ? ഇത് പഴകിയില്ലേ ഞാൻ ആലോചിക്കുന്നത്. എന്ത് പറയാനാ. അങ്ങനെ നമ്മുടെ സ്കൈയും സൈഫാനെ മേലെല്ലാം തുടച്ചിട്ട് അവനെ സുഖമായിട്ട് കിടത്തിട്ട് പറയും, ഞാനെന്നാ വീട്ടിൽ പോവാന്ന് പറഞ്ഞ് പോകാൻ വരുമ്പോഴേക്കും പെട്ടെന്ന് നമ്മുടെ സൈഫ കൈ കയറിപ്പിടിച്ചിട്ട് പറയും, എനിക്ക് ശരിക്കും വയ്യ, നീ എന്നെ ഒറ്റയ്ക്കിട്ടിട്ട് പോകരുത്, നീ എന്റെ കൂടെ ഇവിടെ നിൽക്കുമെന്ന് നിൽക്കും. ഇവനിങ്ങനെ ഭയങ്കര പാവമായിട്ട് ചോദിക്കുന്നേക്കുമ്പോൾ സ്കൈ പറയാൻ ശരിയെന്ന് പറഞ്ഞിട്ട് അവനെ വിളിച്ച് അവന് കഞ്ഞിയൊക്കെ കൊടുത്ത്, കഞ്ഞിയൊന്നും കുടിക്കത്തില്ല, കുഞ്ഞു പിള്ളേരെ കണക്ക് വാശി പിടിക്കും, ഒരുമാതിരി കഞ്ഞിയൊക്കെ കുടിപ്പിച്ച് ഗുളികയൊക്കെ കൊടുത്ത് അവനും അവന്റെ കൂടെ കിടക്കും. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോഴും സൈഫാക്ക് പനിക്കൊരു കുറവില്ല. ഉടനെ ഇവ മടിയിലെത്തി ഹഗ് ചെയ്തിട്ട് ഓരോന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. സൈഫാക്കാണ് മനസ്സിന് ഭയങ്കര സന്തോഷം. സൈഫയാണ് സ്കൈനെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഇവിടെ നേരെ സീൻ കട്ട് ചെയ്ത് കാണിക്കുന്നത് നമ്മുടെ പിള്ളേരാണ്. എന്തായി ബ്രേക്കപ്പ് ആയോ നോക്കാം. നിങ്ങളിപ്പോ ആലോചിക്കും, എന്റെ പൊന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ അങ്ങോട്ട് ചേച്ചി പറഞ്ഞതേ ഉള്ളൂ ഇവര് ബ്രേക്കപ്പ് ആയി എങ്ങനെ ഇരിക്കുമെന്ന്. അതുപോലെയാണ് ഈ എപ്പിസോഡിൽ നടന്നതല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്. എനിക്കറിയാം
എന്തോ എനിക്ക് ഇവന്മാരെ ആ ഒരു ടെസ്റ്റിംഗ് ഉണ്ടല്ലോ, ഇവന്മാരെ ആദ്യം നടത്തി ആ ടെസ്റ്റിംഗ് കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഇത് അധികം നാൾ പോകത്തില്ല. ഇങ്ങനെയൊക്കെ തമാശക്ക് ഞാൻ പറയുന്നുണ്ടെങ്കിൽ ഇവന്മാർ എത്രയും പെട്ടെന്ന് നമ്മുടെ പിള്ളേർ സെറ്റ് ആവണമെന്ന് എന്റെ മനസ്സിൽ ആഗ്രഹം. അതൊക്കെ നല്ല മനസ്സാണ് എന്റേത്. കാരണം ഇവന്മാര് സെറ്റ് ആയാലല്ലേ ഫൈറ്ററിന്റെ 6 പാക്ക് ഒക്കെ എനിക്ക് കാണാൻ പറ്റത്തുള്ളൂ. എന്റെ മനസ്സിന്റെ നന്മ മനസ്സിലാക്കി നിങ്ങൾ അത് കാണാതെ പോകില്ല. നിങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങളൊന്ന് കമന്റ് ചെയ്യാത്ത നേരത്തെയൊക്കെ പണ്ടൊക്കെ കമന്റ് ചെയ്തുകൊണ്ടിരുന്ന പിള്ളേരൊന്നും കാണുന്നില്ലല്ലോ. എല്ലാരും മിസ്സായോ? ഞാൻ നിങ്ങളെ മിസ് ചെയ്യുന്ന വീഡിയോ കണ്ട ഒട്ടനെ ഒരു കമന്റ്, ഒരു ഹാർട്ടെങ്കിലും കമന്റ് ചെയ്യുക. കാരണം നിങ്ങൾ കാണുന്നുണ്ട്. പഴയ പിള്ളേരെ ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. അതിനു വേണ്ടി ആ കമന്റ് ചെയ്യാൻ മറക്കരുതേ, ഒരു കമന്റ് ചെയ്തേക്ക്. അതുപോലെ തന്നെ കമന്റിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തെ ഒരു കുട്ടി ഉണ്ടായിരുന്നു, നമ്മുടെ മ്യൂറിന്റെയും വിൽസനെയും ഭയങ്കര ക്രേസ് ആയിട്ട് നടക്കുന്നത്. എപ്പോഴും കമന്റ് ചെയ്യായിരുന്നു. വിൽസന്റെ കോഴിത്രയൊക്കെ കാണാനായിട്ട് ഭയങ്കര ആഗ്രഹം എന്ന് പറഞ്ഞ് നടക്കുന്ന ആ കുട്ടിനെ കാണുന്നില്ലല്ലോ. എന്റെ ഫോൺ വല്ലതും കംപ്ലൈന്റ് ആയോ എന്ന് അറിയില്ല. ഞാൻ മിസ് ചെയ്യുന്ന എങ്ങനെ വീഡിയോ കാണുകയാണെങ്കിൽ കമന്റ് ചെയ്യും. എന്റെ ഒരു കുഴപ്പം ഇതാ, എന്തെങ്കിലും പറഞ്ഞാൽ അതിന്റെ പുറകെ അങ്ങ് പോകും. അപ്പൊ നമുക്ക് ഡ്രാമയിലേക്ക് വരാം. ട്യൂട്ടറിന്റെ ഭാഗത്തൊന്നും യാതൊരു വിവരവും ഇല്ല. വിളിച്ചിട്ട് എടുക്കുന്നുമില്ല, തിരിച്ചു വിളിക്കുന്നുമില്ല, യാതൊരു റിപ്ലൈ ഇല്ല. എന്താ കാര്യം എന്നറിയാൻ വേണ്ടി ഭയങ്കര ടെൻഷൻ അടിച്ച് നമ്മുടെ ഫൈറ്ററാണ് ട്യൂട്ടറേയും കാത്ത് നിൽക്കുവാണ്. ഫൈറ്റർ അവിടെ നിൽക്കുന്നുണ്ടോ എന്നറിയാതെ ട്യൂട്ടർ അത് എഴുതി വരും. ട്യൂട്ടറെ കണ്ടത് ഫൈറ്ററിനെ ഓടി ചെന്നിട്ട് വയ്ക്കും, നീ എന്തെങ്കിലും തന്നെ കാണാൻ വരാഞ്ഞിട്ട് എന്താ വിളിച്ചിട്ട് എടുക്കാത്തതെന്ന് വയ്ക്കും. ഇത് കേട്ടതുകൊണ്ട് തന്നെ നമ്മുടെ ട്യൂട്ടർ പറയും എനിക്ക് വർക്ക് ഉണ്ടായിരുന്നു, ഞാൻ അതാ താമസിച്ചതെന്ന് പറയും. ഇത് കേട്ടതുകൊണ്ട് ഫൈറ്റർ പറയും അതാടാ ഞാൻ പറയുന്നത് നിന്നോട്, നീ ആ ജോലിയൊക്കെ നിർത്തുന്നിട്ട് എന്നെ മാത്രം നീ ട്യൂഷൻ എടുത്താൽ മതി എന്ന് പറയും. ഇത് കേട്ടതുകൊണ്ട് തന്നെ ട്യൂട്ടർ പറയും എന്നെ കെയർ ചെയ്യുന്നുണ്ടല്ലോ അതിന് താങ്ക്സ് എന്ന് പറയും. ഇത് കേട്ടത് നമ്മുടെ ഫൈറ്ററിനെ അറിയത്തില്ലല്ലോ ഇവൻ എന്ത് മാനസികാവസ്ഥയിലാണ് വന്നത്. അവൻ എപ്പോഴത്തെ പോലെ തന്നെ നോർമലായിട്ട് അടുത്തേന്ന് തലയൊക്കെ വെച്ചിട്ട് പറയും ഞാൻ നിന്നെ അല്ലാതെ വേറെ ആരെ കെയർ ചെയ്യാനാടാന്ന് ചോദിക്കും. ഫൈറ്റർ ആണെങ്കിൽ ചിരിച്ചോണ്ടിരിക്കുന്ന കാണുമ്പോഴേക്കും ട്യൂട്ടറിന് ഭയങ്കര സങ്കടമായിട്ട് തലേന്ന് കൈയെടുത്ത് ഇങ്ങനെ താഴെ കൊണ്ടുവന്ന് ഇങ്ങനെ പിടിച്ചിട്ട് പറയും നമ്മളിന്ന് ബീച്ച് വെച്ച് പ്രോമിസ് ചെയ്തൊക്കെ നിനക്ക് ഓർമ്മയുണ്ടോന്ന് ചോദിക്കും. ഇത് കേട്ടത് ഇവന്റെ മുഖം എല്ലാം കൂടെ മാറുന്നതും കണ്ടിട്ട് ഫൈറ്ററിന്റെ മുഖം മാറിട്ട് ചോദിക്കും ഓർമ്മയുണ്ട്, അതിനിപ്പോ എന്താന്ന് ചോദിക്കും. ട്യൂട്ടറിനാണെങ്കിൽ വർത്താനം പോലും പറയാൻ വയ്യ, സങ്കടം കൊണ്ട് കണ്ണൊക്കെ നിറഞ്ഞയോ അഭിനയോ എന്ന് പറഞ്ഞാൽ സൂപ്പർ, ഒരു രക്ഷയില്ല. ഈ ഒരു ഷോട്ടിൽ രണ്ടുപേരും സൂപ്പറാ. സങ്കടപ്പെട്ട് ട്യൂട്ടർ പറയും അന്ന് നമ്മൾ പ്രോമിസ് ചെയ്തില്ലേ, നിനക്കത് ഓർമ്മയില്ലേ, ഞാൻ നിന്നെ വിട്ടിട്ട് പോകാത്തിടത്തോളം കാലം നീ എന്നെ വിട്ടിട്ട് പോകത്തില്ലെന്നല്ലേ പറഞ്ഞത്, ഇപ്പൊ ഞാൻ തന്നെ പറയാം എന്നെ വിട്ടിട്ട് നീ അങ്ങ് പോയേക്കെന്ന് പറയും. ട്യൂട്ടർ ആണെങ്കിൽ ഇങ്ങനെ പറയുന്ന കേട്ടതും ഭയങ്കര ദേഷ്യമായിട്ടാണ് എന്നെ ഫൈറ്റർ പറയും നിനക്ക് എന്നെ ടീസ് ചെയ്യുന്നത് ഇഷ്ടമാണെന്ന് എനിക്കറിയാം, പക്ഷേ ഇതിലെ ഒരു തമാശയില്ല, ചുമ്മാ ആയിരിക്കും ഇങ്ങനെയൊന്നും പറയരുതെന്ന് പറയും. എന്നിട്ട് പറയും നീ പറയുന്നത് കേട്ടാ ഏതോ ഡ്രാമയിൽ നടക്കുന്ന പോലെ ഉണ്ടല്ലോ എന്ന് പറയും. ഇത് കേട്ടത് കൊണ്ട് തന്നെ ട്യൂട്ടർ പറയും നീ പറഞ്ഞ ശരിയാ, ഡ്രാമയിലെ ക്യാരക്ടർ പോലെ തന്നെ എന്റെ ക്യാരക്ടറും എല്ലാവർക്കും നല്ലത് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്, എല്ലാവരും നല്ലപോലെ പെരുമാറണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ മറ്റുള്ളവർ എന്റെ അടുത്ത് അങ്ങനെയല്ല, എന്റെ ഫീലിങ്സ് ആരും മനസ്സിലാക്കത്തില്ല, എന്റെ ഫീലിങ്സ് എന്താണെന്ന് മനസ്സിലാക്കാത്ത എല്ലാരും എന്നെ വേദനിപ്പിക്കുകയോ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് ഇവൻ ഭയങ്കരമായിട്ട് കരയും. ഇങ്ങനെ ട്യൂട്ടർ കരയുന്നത് ഫൈറ്ററിന്റെ മുഖമൊക്കെ മാറി അവനെ താങ്ങാൻ പോലും പറ്റത്തില്ല. എന്തുമാത്രം ഇഷ്ടമാണല്ലേ ചെറുക്കന്. ഇപ്പൊ ഫൈറ്റർ വിചാരിച്ചിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും ബോയ്സ് അല്ലേ, അതുകൊണ്ട് ഇവന് ചിലപ്പം ദിവസം പോകുന്നതനുസരിച്ച് ഇവൻ എന്തോ ഇത് ചെയ്യണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത്. അങ്ങനെ ഇഷ്ടമല്ലാത്ത ഒരു മൈൻഡിൽ ഇരിക്കുവാണ് എന്നാണ് നമ്മുടെ ഫൈറ്റർ വിചാരിക്കുന്നത്. ട്യൂട്ടർ ഇങ്ങനെ കരഞ്ഞിട്ട് എന്റെ ഫീലിങ്സ് മനസ്സിലാക്കത്തില്ല, നീ എന്നെ ഇട്ടിട്ട് പോയേക്കെന്ന് പറഞ്ഞ് കേട്ടിട്ട് ഇവനെ കൂടുതൽ സങ്കടപ്പെടുത്തണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഫൈറ്റർ പറയും എനിക്ക് നിന്നോട് ഒരേ ഒരു കാര്യം കൂടെ ചോദിക്കാനുണ്ട് എന്ന് പറയും. എന്നിട്ട് ചോദിക്കും നമ്മൾ രണ്ടും കൂടെ ബീച്ചിൽ നിന്നില്ല അത്രയും ദിവസം, അപ്പോഴൊന്നും നിനക്ക് എന്നോട് യാതൊരു ഫീലിങ്സും തോന്നിയില്ലേന്ന് ചോദിക്കും. ഇത് കേട്ടാൻ ട്യൂട്ടർ കരഞ്ഞോണ്ട് പറയും പ്ലീസ് ഫൈറ്റർ നിർത്തിയേക്ക്, ഇതിനെക്കുറിച്ച് ഇനി സംസാരിക്കണ്ട, എന്റെ ഫീലിങ്സ് കൺട്രോൾ ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല, പ്ലീസ് ഇനി സംസാരിക്കണ്ടെന്ന് പറയും. ഇങ്ങനെ പറഞ്ഞിട്ട് ട്യൂട്ടറാണ് ഭയങ്കരമായിട്ട് കരയാണ്. ഇവനിങ്ങനെ കരയുന്ന കണ്ടത് ഫൈറ്റർ പറയും സോറി, എനിക്കിപ്പോഴാണ് മനസ്സിലായത്, നിന്നെക്കുറിച്ച് എനിക്കിപ്പോഴാണ് മനസ്സിലാക്കുന്നത്, ഞാൻ വെറുതെ ഇത് പറഞ്ഞ് നിന്നെ ശല്യം ചെയ്യുന്നത്. ശരി നീ അതൊക്കെ വിട്ടേക്ക്, നീ കരയണ്ട, നീ ചിരിക്കുക, നീ എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക, നീ ഇനി കരയാൻ പാടില്ല എന്ന് പറഞ്ഞ് തലയിലൊക്കെ പിടിച്ച് ആശ്വസിപ്പിക്കും. എന്നിട്ട് ഫൈറ്റർ പറയും നീ ഇനി കരയരുത്, നീ കരച്ചിലൊക്കെ നിർത്ത്, നീ ചിരിക്കുന്നു പറഞ്ഞ ട്യൂട്ടറെ ചിരിപ്പിച്ചിട്ട് ശരി ഞാൻ പോവാന്ന് പറഞ്ഞ് കൈ പതുക്കെ എടുത്തിട്ട് കിസ് ചെയ്യണമെന്നുണ്ട്, എന്നാലും കുറെ നേരമൊക്കെ സങ്കടപ്പെട്ട് നിന്ന് നോക്കിയിട്ട് നേരെ നടന്നങ്ങ് പോകും. ഫൈറ്റർ അങ്ങോട്ട് പോയതും ട്യൂട്ടർ ഭയങ്കര കരച്ചിലെന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചിലാണ്, അല്ലെ പാവമുണ്ട്. പോകുന്ന വഴി നമ്മുടെ ഫൈറ്ററും ഭയങ്കര കരച്ചിലാണ്. രണ്ടുപേരും സങ്കടപ്പെട്ട് ബ്രേക്കപ്പ് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എന്ത് ചെയ്യാനാ, ഇനി നാളെ അറിയാം ഹാപ്പി എൻഡിങ് ആണ് അല്ലേ എന്ന്. പിള്ളേർക്കൊരു ഹാപ്പി എൻഡിങ് ആവട്ടെ എന്ന് വിഷ് ചെയ്തിട്ട് നമുക്ക് ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് നിർത്തിയേക്കാം. അടുത്ത എപ്പിസോഡിൽ ഉടനെ കാണാം. ബൈ ബൈ.